സോ ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ. അപ്പോൾ ഗൈസ്, ഇന്നത്തെ വീഡിയോ എന്ന് പറയുമ്പോൾ ഒരു പ്രൊഡക്റ്റീവുടെ വ്ളോഗാണ്. ആൻഡ് വ്ളോഗിൻ്റെ അകത്ത് ഞാനൊരു 4 ടാസ്കുള്ള ടു ഡു ലിസ്റ്റ് തയ്യാറാക്കി. ആൻഡ് നമുക്ക് ഫസ്റ്റ് ടാസ്കിലോട്ട് എനർജിയോടെ തന്നെ പോകാം. ആൻഡ് തുടക്കമൊക്കെ വേണ്ടി ഞാൻ നല്ല രീതിയിൽ ഇരുന്ന് നല്ല ഫോക്കസ്ഡ് ആയിട്ടുള്ള നമ്മൾ ഫസ്റ്റ് കോർ കോൺസെപ്റ്റ് പഠിക്കാൻ തുടങ്ങി. യൂണിറ്റ് മെഷർമെൻറ്റ് എന്ന ചാപ്റ്ററിലായിരുന്നു. അതിൽ ബാക്കിയൊന്ന സാധനം ഞാൻ ഇൻറ്റഗ്രേറ്റഡ് ജെഇ വീഡിയോ എടുത്ത് കാണായിരുന്നു. ആൻഡ് ഇൻറ്റഗ്രേറ്റഡ് വീഡിയോ തന്നെ ചൂസ് ചെയ്യാനുള്ള കാരണം എന്ന് പറയുമ്പോൾ അതിൻ്റെ നമുക്ക് പ്രീവിയസ് ഇയറിൻ്റെ കുറച്ച് കോൺസെപ്റ്റും ആൻഡ് അതിനകത്തൊരു ക്വസ്റ്റ്യൻ പേപ്പറും കിട്ടുമായിരുന്നു. അപ്പം ആ ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്തപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി. നമ്മൾ 10 വരെ പഠിച്ചത് എല്ലാം ജെഇയുടെ ബേസിക് സാധനങ്ങൾ മാത്രമാണ്. ഇനി പ്ലസ് വണ്ണിലോട്ട് പഠിക്കാൻ പോകുന്നതാണ് ആൻഡ് അതിൻ്റെ കോർ ടോപ്പിക്സും ആൻഡ് അതിൻ്റെ മെയിൻ ആയിട്ടുള്ള സാധനങ്ങൾ. ആൻഡ് വേറൊരു കാര്യം കൂടി പറയുകയാണ്, നമ്മൾ ഈ പറഞ്ഞ മെയ് 15 എൻ്റെയും SSLC പരീക്ഷ എഴുതി എല്ലാവരുടെയും റിസൾട്ട് വരാൻ പോണത്. അപ്പോൾ എല്ലാവരും എങ്ങനെയാണ്, ടെൻഷനൊക്കെ ഉണ്ടോ, എന്നെ ടെൻഷൻ അടിച്ചിരിക്കുകയാണോ, എന്താണ് അവസ്ഥ എന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ആൻഡ് ഇതിന് ശേഷം നമ്മൾ നെക്സ്റ്റ് ഫൗണ്ടേഷൻ ബിൽഡ് ചെയ്യാൻ വേണ്ടി 9ാം ക്ലാസ് തൊട്ടുള്ള കുറച്ച്, അതായത് 9ാം ക്ലാസ്സിൻ്റെ ടെക്സ്റ്റ് ബുക്കോട് തുടങ്ങിയാണ്. അതിനകത്ത് ഞാൻ ഫിസിക്സാണ് എടുത്തത്, കാരണം എനിക്ക് ഫിസിക്സ് കുറച്ച് ലോജിക്കൊക്കെ ഉള്ളതുകൊണ്ട് അത് ഭയങ്കര ഇഷ്ടമാണ്. ആൻഡ് അതിൻ്റെ ഫസ്റ്റ് 2 ചാപ്റ്റർ നമ്മളൊരു ഷീറ്റ് എടുത്ത് അതിലുള്ള ബേസിക് കോൺസെപ്റ്റും ആൻഡ് ഫോർമുലാസ് എല്ലാം എഴുതിയെടുത്ത് ആൻഡ് അതിനെ നമ്മൾ കുറച്ച് റിവൈസ് ചെയ്തു. അപ്പോഴാണ് ഞാൻ ആലോചിച്ചത് എനിക്ക് കുറച്ച് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പഠിച്ച കാര്യങ്ങൾ എല്ലാം റിവൈസ് ചെയ്യണമെന്ന്. അപ്പോൾ അത് ഞാൻ റിവൈസ് ചെയ്യാൻ വേണ്ടി പോയി. അപ്പോൾ നോക്കിയപ്പോൾ റിവൈസ് എല്ലാം ചെയ്ത് കഴിഞ്ഞു. പക്ഷേ എടുത്ത് ഷൂട്ട് ചെയ്ത വീഡിയോ ആംഗിൾ അത്ര നല്ലതല്ല. ഞാൻ ഈ വീഡിയോ തന്നെ കൊടുത്തേക്കാം. ആൻഡ് നല്ലതല്ലാത്തതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു, അതിനെ കുറച്ച് ആഡ് ചെയ്തില്ല തന്നെ കുറച്ച് ആഡ് ചെയ്തു. അതിനുശേഷം ഞാൻ ബാക്കി 2 ചാപ്റ്റർ എഴുതി. അതോടെ ഫിസിക്സിൻ്റെ ഫസ്റ്റ് ബുക്ക് ഞാൻ ഇവിടെ തീർത്തിരിക്കുകയാണ്. അപ്പം നമ്മൾ ഇന്നത്തെ ഒരു വ്ളോഗ് 2 ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. അപ്പം ഇതുവരെ കണ്ട എല്ലാവർക്കും നന്ദി. സൈനിങ് ഓഫ്. താങ്ക്സ് ഫോർ വാച്ചിങ്. പിന്നെ കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട നിങ്ങൾ SSLC റിസൾട്ടിൻ്റെ അവസ്ഥ.